പക്ഷെ മമ്മൂക്കയ്ക്കുള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ജാഫർക്ക് അല്ല, അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു രണ്ടുപേരെ ഞാൻ പടത്തിൽ കയറ്റുന്നു. കളർ പറഞ്ഞാ ഇങ്ങനെയാണ് ഒരു കറുത്തവനെയും വെളുത്തവനും ഞാൻ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞു. ഈവൻ ദിസ് ക്യാൻ ഹാപ്പൻ അഗൈൻ. ഇത് വീണ്ടും സംഭവിക്കാനുള്ള ഒരു സാഹചര്യം എന്താ പറഞ്ഞു, ഇംഗ്ലീഷ് ഭാഷയില്ലാത്തതുകൊണ്ട് അങ്ങനെ. അപ്പിന്റെ കഥ ഒന്ന് ആലോചിച്ച് ആ കോളനിയിലെ മൊത്തം ജനോ ക്യാമറ അത് ഇതൊക്കെ എന്നിട്ട് അങ്ങനെ ആ സീൻ അഭിനയിച്ച് പിന്നെക്ക് മനസ്സിലായത് രാവിലൊക്കെ വലിയ തലവേനാവും. മമ്മൂക്കയും കയ്യൊപ്പ് എന്നുള്ള സിനിമയും എത്രത്തോളം ജാഫർക്കയുടെ ഒരു പേടി മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്? ആ പുള്ളിയോടെന്ന് പറഞ്ഞു, നീ നിനക്ക് എന്താ പ്രശ്നം, ആരും നീ പേടിക്കുന്നുണ്ടോ ഒന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, പേടിയുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, പറ്റാൻ മറിച്ചാന്ന് പറഞ്ഞിട്ട് ആ കൈ അങ്ങനെ വിളിക്കില്ല, കൈ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒതുക്കാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തോട് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടാ ബേസിക് പ്രോബ്ലം അങ്ങനെ പറഞ്ഞു. ഒരു വലിയ നടൻ്റെ മകൻ വന്നിരുന്ന് പറയുവാണ്, എനിക്ക് ഡയലോഗ് കിട്ടിയപ്പോൾ എനിക്ക് ഇത്രയും വേണ്ട. സിനിമ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് നിലനിൽപ്പുണ്ടാവില്ല. ഇതെല്ലാവർക്കും കൂടി കൈയിട്ട് വരാൻ പറ്റിയ സംഭവമാണ് ഇത്. ഇപ്പൊ മരിച്ച സമയത്ത് മലയാള സിനിമ അവഗണിച്ചു. അയാൾക്ക് തിരക്കായിരിക്കും, അയാൾ കുമ്പളക്ക് പോയി മോഹൻലാൽ അന്ന് ജപ്പാനിലോ എന്തോ ആണ്. ഒരു ലെസ്ബിയൻ കഥാപാത്രത്തെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ എത്രത്തോളം എളുപ്പമായിരുന്നു. അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു, നെഗറ്റീവ് പറഞ്ഞ കമന്റ്സ് ഉണ്ടായിരുന്നു. ഒരുമ്പട്ടവൻ സിനിമയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ ഒരുമ്പട്ടവൻ തിയേറ്ററിലേക്ക് ഒരുമ്പട്ടവൻ തിയേറ്ററിലേക്ക് എത്തിയാണ്. ആ സമയത്ത് ഇതിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് കേരളം മനസാക്ഷിയെ ഞെട്ടിച്ച ആ ഒരു സംഭവം എന്നാണ്. ഇത് യഥാർത്ഥ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണോ ഒരുമ്പട്ടവൻ? എന്താണ് ഒരുമ്പട്ടവൻ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്? ആർക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഒരുമ്പട്ടവൻ ഒരു സാധാരണക്കാരൻ്റെ കഥ, ഒരു ടാഗ് ലൈൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ശരിക്കും ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ്. ബേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപക്ഷെ ഈ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കാം നമ്മുടെ തിരക്കഥ സംഭാഷണമൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ സുജീഷ് ഏട്ടൻ നമ്മുടെ പ്രൊഡ്യൂസർ കൂടിയാണ്, അദ്ദേഹം ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹവും ഗോപിനാഥൻ എന്ന് പറഞ്ഞ അവർകളും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ തിരക്കഥയും കഥ ചെയ്തിരിക്കുന്നത്. സുകേഷ് ഏട്ടന് തോന്നിയ ഒരു ത്രെഡാണിത്. അപ്പോൾ അതിനെ അവർ ഡെവലപ്പ് ചെയ്ത് ഏതൊരു സാധാരണക്കാരനും നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ഒരു ഇൻസിഡൻറ്റുമായിട്ട് സാഹചര്യങ്ങളുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിവൃത്തമുള്ളൊരു മൂവിയാണ് ഒരുമ്പട്ടവൻ. എന്താണ് ആ സംഭവം എന്ന് പറയാൻ അതാണ് സസ്പെൻസ്. അതെ, അതെന്താ ഇറങ്ങി മനുഷ്യര് കാണണ്ടേ, ഞങ്ങളങ്ങ് പൊളിച്ചേച്ച് പോട്ടെ, ഞങ്ങളങ്ങ് പൊളിച്ചങ്ങ് അടിച്ച് എല്ലാം പറഞ്ഞ് തീർത്തേച്ച് നമ്മൾ അങ്ങനെ ഒരു കൊട്ടും കൊട്ടിപ്പോവും. നാളെ പടം അതേ ചാനലിൽ കണ്ട ലോക്കല്ലേ. നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഈ മനസ്സിൽ നിന്ന് പോകാത്ത ഏതാണ്ട് കാലഘട്ടങ്ങളിലുണ്ടായ അടുത്ത പ്രദേശത്തും ആലുവ എന്നൊക്കെ പറയാം, ആ ഭാഗത്തുണ്ടായ ഇത് ആലുവയിൽ നിന്നും പറഞ്ഞിട്ട് പറയുന്നതല്ല ഇത്. ഇപ്പം ജെനുവിൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. ഇത് വീണ്ടും സംഭവിക്കാനുള്ള ഒരു സാഹചര്യം എന്താ പറഞ്ഞു, ഇംഗ്ലീഷ് ഭാഷയില്ലാത്തതുകൊണ്ട് അങ്ങനെ. അപ്പം അതാണ് സംഭവം. അപ്പം അത് അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, ഞാൻ ഞാൻ എപ്പോഴും പറയാറില്ലേ, മിക്കവാറും ഇന്റർവ്യൂവിലൊക്കെ പറയാറുണ്ട്, നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമ എന്ന് പറയുന്ന സിനിമ കാണാനായിട്ട്, ഇത് കഴിഞ്ഞ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞാ മോള് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, അത് കാണാനിരിക്കുന്ന ഒരാളോട് കണ്ട ഒരാൾ വന്നിട്ട് പറയുവാണ്, എടി നീ കണ്ടുപിടി. അപ്പം ഇല്ലടി, ഞാൻ നാളെ കഴിഞ്ഞ് പോയിരിക്കടി, ഇന്നലെ നിങ്ങളുടെ കൂടെ വരാൻ പറ്റിയില്ല, ഞങ്ങൾ കണ്ടടി, എങ്ങനെയുണ്ടടി എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒറ്റ വാക്ക് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അതായത് ചുമ്മാ ടെൻഷനാടി, ദൂരെ ടെൻഷൻ അടിച്ചിട്ടുണ്ടല്ലോ, ഈ ശോഭനയടി നാഗവല്ലിന്ന് ആ പെണ്ണ് പറഞ്ഞാലോ. അവര് കൂട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പടം കാണാൻ പറ്റൂ. അതിന് വേണ്ടിയിട്ടല്ലേ ഫാസിൽ സാർ അതോ നിർമ്മിച്ചു വെച്ചേക്കണേ. പക്ഷെ ഇപ്പൊ ഉള്ളൊരു സംഭവം എങ്ങനെയാണല്ലോ, സിനിമ കണ്ട ഉടനെ അടുത്തയാളോട് പോയിട്ട് കഥ പറഞ്ഞ് നമ്മൾ എന്നുള്ളൊരു സാധനം ഇപ്പൊ പൊതുവിൽ ഫ്രണ്ട്സുകൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. അല്ല, അവിടെ മൊത്തം പറയരുത്, എവിടെയെങ്കിലും വെച്ച് വാക്കി വെക്കണ്ടേ. ആ പിന്നെ അങ്ങനെ പറയാൻ കൊള്ളു, അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പടം കണ്ടിട്ട് കാര്യമില്ലല്ലോ, മുൻവിധി അറിയാലോ. ഇവരത് അവിടെ നിന്നൊരു വണ്ടി വരുന്നു, ഇവിടെ നിന്നൊരു വണ്ടി വരുന്നു, അത് ഇടിക്കുമെന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഇപ്പം ഇടിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇടിക്കുന്ന ഒരു കാര്യം പറഞ്ഞില്ലെങ്കിലും നമ്മളെ കണ്ടിരിക്കുമ്പോഴല്ലേ ഇടിക്കുള്ളൂ.
അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്. ജാഫർക്ക് ഇതിലൊരു വില്ലനായിട്ടാണോ വരുന്നത്? കാരണം മൊത്തത്തിൽ ഞാനൊരു എല്ലനായിട്ടാണ് വരുന്നത്. എന്നുവെച്ചാൽ ആ പടത്തിന് ഇച്ചിരി മെലിച്ചാറിന് എല്ലൻ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണോ ശരിക്കും ഇന്ദ്രൻ ചേട്ടനും ചേട്ടനും തമ്മിലുള്ള? നമ്മൾ ഞാൻ ഈ അതിനോടൊരു കുറച്ച് ആക്രിയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ പെങ്കുച്ചിനെ കല്യാണം കഴിച്ചേക്കുന്ന സുധീഷ് എന്ന് പറഞ്ഞ കലാപത്തിന്റെ ചേട്ടനാ എന്നെ അവരുടെ വീട്ടിൽ കയറ്റിയത്. പക്ഷെ അതിലെ ചില സാധനങ്ങളിൽ ചേട്ടൻ ഒരു വില്ലനിസം. അല്ല, അത് ഈ കൊച്ചിനോടൊക്കെ കേട്ടില്ല. അതിനൊരു പക്ഷെ അതൊരു കാരണമായിരിക്കാം, അല്ലാതിരിക്കാം. ഇപ്പൊ പോസ്റ്ററില് ഞാൻ കൈ കൊണ്ടിട്ട് ഇങ്ങനെ വന്നിട്ട് അല്ലെങ്കിൽ ഒന്ന് കാണിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പടം ചെന്ന് കണ്ടു. പണ്ട് അറിയാം ഞങ്ങളുടെ യാത്ര അറിയോ? ഇപ്പൊ ഈ പോസ്റ്ററിൽ കണ്ടിട്ട് അല്ലെ ഇക്കാനെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നു, ഇങ്ങനെ വില്ലനിസം എന്ന് പറഞ്ഞില്ലേ ഒരു സംഭവം ഉണ്ട്. 10-20 കൊല്ലമായി സിനിമ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ടൊരു കഥ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? തിയേറ്ററിൽ ചേട്ടൻ പോയിട്ടില്ല. അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അതിനൊരു കാര്യം ഞാൻ ഈ കഴിഞ്ഞ തവണ ഒരു ചാനലിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? അല്ല, അത് അതിപ്പോ പറയണ്ട, അത് വേറെ ചാനൽ എടുത്തു പോയില്ലേ, ഇനിയിപ്പോ ഇതിനകത്തൂടെ പറയണ്ട. അത് പിന്നെ ഇനിയൊരു ആധികാരികമായിട്ടൊക്കെ ആരെങ്കിലും ഒക്കെ ശരിക്കും എന്തുകൊണ്ടായിരുന്നു? കാരണം എന്തുകൊണ്ടായിരുന്നു? അല്ലാതെ ഞങ്ങളുടെ ഒരു പിന്നെ സഹോദരന്മാരുടെ ഒരു മാറി നിൽക്കലുണ്ടായ ഒന്നിച്ച് കണ്ടുകൊണ്ടിരുന്നവര് പിന്നെ മാറിപ്പോയപ്പോ ഞങ്ങൾ വെച്ചിട്ട് കല്യാണം കഴിച്ചു വിട്ടു. അങ്ങനെയൊക്കെ വന്നപ്പോ മാറിയതാ. പിന്നെ ആരും സിനിമ കാണാതെ അങ്ങനെ സഹോദരങ്ങൾ കൂടിയില്ലാത്തോണ്ടാണോ സിനിമ? ഗോത്രങ്ങളോ സഹോദരങ്ങൾ കൂടി അല്ല, അങ്ങനെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സിനിമയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പഞ്ചായത്ത് ഓഫീസ്, ഈ പഞ്ചായത്തിൽ നിന്ന് എനിക്കൊരു പാസ് തരുമായിരുന്നു. ഞങ്ങൾക്ക് ഈ ചായക്കടയുടെ പരിപാടിയായിരുന്നു 10-14 കൊല്ലം. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കമുകിന് ഇങ്ങനെ ഒരു വാരി അടിച്ചു വെച്ചാൽ അവിടെ പോസ്റ്റർ കൊണ്ടുപോയിട്ട് ചോദിക്കും, പഞ്ചായത്തിൽ നിന്നൊരു ഇത് അടിച്ചു തരും. തിയേറ്ററിൽ കൊണ്ട് ഇത് കാണിച്ച് എനിക്ക് ആഴ്ചയിൽ ഒരു സിനിമ കാണാം, എനിക്ക് കാണാം. എനിക്കത് അനുവദിച്ചേക്കണേ എൻ്റെ പേരിൽ നമ്മളെ ചെയ്തു വെച്ചേക്കണേ. എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ സഹോദരി ഇങ്ങനെ പോകും ഈ സിനിമ കാണാം. അങ്ങനെയൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആഴ്ചയിൽ എല്ലാ സിനിമയും കാണും. ഇടിയുള്ള പടമേ കാണുള്ളൂ. ഇടിയുള്ള പടമേ ഞങ്ങൾ കാണുള്ളൂ. ഇടി സ്റ്റണ്ട് വേണം. അപ്പം അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റർ വന്നു കഴിയുമ്പോഴത്തേന് അത് ഇടി, വാള്, മഴു അല്ലെങ്കിൽ ജയനും നസർ സാറും കൂടെ ഇടിക്കും, ഇതൊക്കെ കാണില്ലേ. അങ്ങനെ അബദ്ധം പറ്റി ഇതുപോലെ ഇങ്ങനെ കാണിച്ചില്ലേ, മോള് പറഞ്ഞില്ലേ ഇക്ക ഭയങ്കര ക്രൂരനായിട്ട് കാണിക്കൊണ്ടില്ല വല്ല ഇടി സ്റ്റണ്ട് ഇല്ലേ. അങ്ങനെ ഒരു പടം കാണാൻ പോയി. മോളെടുത്ത് പടം കൊണ്ടുവന്ന ആളെ കടലമ്മ എന്ന് പറഞ്ഞൊരു പടം കാണണം. കടലമ്മ സത്യമാഷ അഭിനയിക്കുന്നു. നോട്ടീസ് വന്നതിനാന്നറിയോ? ജീപ്പിൽ നിന്ന് ഇട്ടിരുന്ന നോട്ടീസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് തുഴപോലിങ്ങനെ എടുത്തിട്ട് സത്യമാഷ ഇങ്ങനെ പിടിച്ചേക്കും ആരാട്ടിക്കാനായിട്ട്. അങ്ങനെ അത് ചെന്ന് കണ്ടു. അയാൾ തുഴഞ്ഞപ്പോൾ ഈ തുഴപോലി ഇങ്ങനെ എടുത്തതാണ്. ആ തുഴയുമ്പം അടുത്ത തുഴച്ചിൻ്റെ അടുത്ത കളുപ്പ് പറ്റി അവിടെ ഇട്ടേച്ചു വന്നു. അങ്ങനെ ഉണ്ടായി. അതുകൊണ്ട് പോസ്റ്റർ കണ്ടിട്ടില്ല. ഈ അവസാനമായിട്ട് കണ്ട പടം ഏതായിരുന്നു അപ്പൊ തിയേറ്ററിൽ? തിയേറ്ററിൽ കണ്ട പടം ഏതോവാ അത് ഓർക്കണ്ട. തിയേറ്ററിൽ എന്നാ കണ്ടേ? തിയേറ്ററിൽ ലാസ്റ്റ് നമ്മൾ അന്ന് കണ്ടത് ഷിനിഗാമി, കുട്ടൻ്റെ ഷിനിഗാമി. ഇന്റൻഷന് ഞാൻ തന്നെ സർക്കിളിലേക്ക് വരുമ്പം ഇപ്പൊ എല്ലാരും ഇവിടുന്ന് പറയുന്നത്, പ്രസ് മീറ്റിന്റെ സമയത്താണെങ്കിലും പറയുന്നത് മാമുക്കോയുടെ മോൻ എന്നാണ്, പേരിനേക്കാൾ ഉപരി. അപ്പൊ അങ്ങനെ മാമുക്കോയുടെ കുറെ നുണയൊക്കെ പറഞ്ഞ അപ്പൊ അങ്ങനെ വിളിച്ചോണ്ടിരിക്കണം മാമുക്കോയുടെ മോൻ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇങ്ങനെ സിനിമയിലേക്ക് വരുമ്പം എന്തായാലും ഒരു പേടി ഉണ്ടാവില്ല. കാരണം ഉപ്പ് ചെയ്ത് വെച്ച കുറെ കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ ഉള്ളിലൊരു പേടിയുണ്ടോ ശരിക്കും? ഇങ്ങനെ മാമുക്കോയുടെ മോൻ എന്നാണ് പേര് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾ വിളിക്കുന്നത്. അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. ഉണ്ടോ? ഭയങ്കര ധൈര്യമായിരുന്നു ആ സിനിമക്കൊക്കെ വന്നപ്പോ. ഒക്കെ ഒറ്റ ഷോട്ടില് എടുത്ത് ആ ഉള്ള സാധനം ഒറ്റ ഷോട്ട്. പിന്നെ എന്നെ നിർബന്ധിച്ച് ഞാൻ വേണ്ടാന്ന് പറഞ്ഞല്ലോ. കുറെ സീനുണ്ടായിരുന്നു, വലിയ ഡയലോഗ് ഓട്ടം ചാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചൊക്കെ ഞാൻ തന്നെ എന്ത് ചെയ്ത് പോലീസ് ആകുമ്പോ SI ക്ക് കൊടുക്കാലോ, CI ആകുമ്പോ. അപ്പൊ SI-നോട് പറഞ്ഞ് കുറച്ചൊക്കെ സെറ്റ് ഓനെ അടുത്തേ ഇരിക്കും. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന അന്ന് ജാഫർക്ക മറ്റേ ജോണി ആന്റണി ഒരു കോളനിയിൽ ഫുള്ള് ജനം ഒരു പോലീസ് വണ്ടിയിൽ വന്നിറങ്ങണം, വയറ് വലം പിടിച്ച് നിൽക്കണം, ശ്വാസം വിടാതെ നിൽക്കണം, ഗൗരവത്തിൽ സാധനം പറയണോ, മുഹൂർത്തം വിടാതെ നടക്കണോ. ഇയാളാണെങ്കിലും മെനക്കെട്ടുന്ന കരിന് പിടിക്കുന്ന ഓടിച്ചാണ് ഭയങ്കര പെർഫോമൻസ് ഇയാള്. അപ്പൊ എന്റെ കഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ കോളനിയിലെ മൊത്തം ജനോ ക്യാമറ അത് ഇതൊക്കെ എന്നിട്ട് അങ്ങനെ ആ സീൻ അഭിനയിച്ച്. പിന്നെ എനിക്ക് മനസ്സിലായി രാവിലൊക്കെ വലിയ തലവേനാവും. അങ്ങനെ വലിയ കുറെ പിന്നെ ഡയലോഗ് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞ കൊല്ലാൻ കൊണ്ടുപോകാന്നാ പറയാ. ഇതിനോട് മര്യാദക്ക് പറയണ്ട ആദ്യം.
പറഞ്ഞില്ല. അത് ജോണിച്ചേട്ടനൊക്കെ ഓപ്പോസിറ്റേക്കില്ലേ, ജോണിച്ചേട്ടനുണ്ട്, ജോണി ആൻഡിച്ചേട്ടനുണ്ട്. അങ്ങോടെ സർക്കിൾ വന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇറങ്ങിയ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എന്താ അവിടെ ചോദിക്കൂലേ, ഇതാണ് സംഭവം. അപ്പൊ അവിടെ പിന്നെ ഈ കുഞ്ഞിനെ കാണാതെ പോയതിന്റെ ഒരു ചോദ്യം പ്രശ്നം നടക്കും അവിടെ. അങ്ങനെ പക്ഷെ ബഹളവും ഭയങ്കര ഒച്ചപ്പാടും പോലെ കണ്ടപ്പോ ആള് പെട്ടെന്ന് ഞാൻ ഒപ്പിച്ച് പിടിച്ച് പിന്നെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിഞ്ഞ് ഞാൻ വല്ല വീട്ടിൽ പോയി. പിറ്റേ ദിവസം SIക്ക് ഷെയർ ചെയ്തു. SIനോട് പറഞ്ഞു തൽക്കാലം ഈ അഡ്ജസ്റ്റ് ഇത് ചെയ്യുന്ന നിങ്ങളൊന്ന് എടുക്കുക, എനിക്ക് ഇത്രയൊക്കെ മതിയെന്നും പറഞ്ഞ് മാറി. ഈ ഡയലോഗ് വേണ്ടെന്നാ പറഞ്ഞോണ്ടിരുന്നേന്ന് പറഞ്ഞിട്ട് ആ ഡയലോഗ് വലിയ ഡയലോഗൊന്നും വേണ്ട. ഒരു ഫസ്റ്റിലൊക്കെ നമ്മൾ അഭിനയിച്ചിട്ട് എന്തെങ്കിലും ഒരു പറ്റവും കൊള്ളൂലെന്ന് അറിയും. ഇപ്പൊ നമ്മളിങ്ങനെ ശബ്ദം ഇങ്ങനെ മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടിട്ട് ആരെങ്കിലും ഇനി പോലീസായിട്ട് ഇന്റർവ്യൂല് മുതൽ ഫുള്ള് ഞാൻ അടുത്ത പടം, ഇനി ഒരു ഒഴിവില്ല തന്നെ. ഇനി ഞാൻ തുനിഞ്ഞിറങ്ങിയതാണ്, ഒരു ഒഴിവില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒഴിവില്ല. ഒരുമ്പിട്ട് ഇറങ്ങി പറയാലോ. ഇതാണ് കറക്റ്റ് നടനായിട്ട് ഉള്ളു. ഇതാണ് ഒരു. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ആദ്യമേ തോന്നാത്തത്? ഒരു നടനാവണം, ഇങ്ങനെ സിനിമയോട് ഒരു സ്നേഹം, ഇത് ആദ്യം എന്തുകൊണ്ട് തോന്നിയില്ല? ബിസിനസ് ആയിരുന്നു ദുബായില്, ഓരോ പരിപാടികളായിട്ട് നാട് കറങ്ങൽ തന്നെയായിരുന്നു. ദുബായിൽ ഓടി ചൈനയിലൊക്കെ പോയിട്ട് ഇങ്ങനെ. പിന്നെ ഇതിനോട് ചെറിയ താല്പര്യമൊക്കെ ഇവന് ഇപ്പൊ മരിച്ച് അല്ല മരിക്കുന്ന മുന്നേ നമ്മള് മറ്റേ സംസാരിച്ചു. ഞങ്ങള് പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത ശേഷമാണ് ഇങ്ങനെ സംഭവം. മറയിലൊക്കെ ഉള്ള നമ്മൾ സംസാരിച്ചു. ഇയാളെ പടം വേറൊരാള് പള്ളിയിലച്ചനായിട്ട് വില്ലനായിട്ട് ഈ കൊച്ചൊന്നും കാണിയല്ലോ, ഇത് പിന്നെ ഈ സിനിമ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് വാങ്ങാനപ്പോ അങ്ങനെ പോകുന്നത്. ജാഫർക്കായിരുന്നു കൊണ്ടുവരുന്നത്. ആ ജാഫർക്കാണ് വിളിച്ചിട്ട് കൂട്ടിക്കൊടുന്നത്. എങ്ങനെയാണ് ഒരു നടനെ കണ്ടെത്തിയത് ഇദ്ദേഹത്തില്? നേരത്തെ ഞാൻ ഇങ്ങനെ അവിടെ സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ ഫിലിമിൻ്റെ കാര്യമല്ലേ, അപ്പം എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾ ഇച്ചിരി ശ്രദ്ധേയമൊക്കെ ഉള്ള ഒരാള്, അതൊരു പുതുമുഖമാട്ടെ, അത് തന്നെയല്ല ഞങ്ങൾ സംസാരത്തിന് ചുമ്മാ വരുന്നുണ്ടോ അതെങ്കിലും ചെയ്യാം, ഞാൻ വരുന്നില്ല, അതാണ് ഇവിടെ പ്രശ്നം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, സാഹേബേ ഒന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു വന്നു ചെയ്തു. അതിൽ പുള്ളിക്ക് പെട്ടെന്ന് ആദ്യം കയറിയപ്പോഴത്തേനും കുറേ പേജൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കൊരു അങ്ങനെയൊക്കെ ഉണ്ടായതാണ്. എന്നിട്ട് പിന്നെ വേറൊരായിട്ട് ഷെയറാക്കി എല്ലാം ചെയ്തിട്ട് പിന്നെ സർക്കിളിലേക്ക് മാറ്റി, സർക്കിളായി ഏൽപ്പിച്ച്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അത് ആയിക്കോട്ടെ പുള്ളിക്കും. ഇതല്ലേ ഇത് കേട്ടാൽ പോരെ മോളെ, സിനിമ എന്ന് പറയുന്നത് എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റിയല്ല. ഒരു വലിയ നടൻ്റെ മകൻ വന്നിരുന്ന് ഇവിടെ നിന്ന് പറയുവാണ്, എനിക്ക് ഡയലോഗ് കിട്ടിയപ്പോൾ എനിക്ക് ഇത്രയും വേണ്ട, എനിക്ക് കുറച്ച് മതി എന്ന് പറയണമെങ്കിൽ അതാണ് സിനിമ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് നിലനിൽപ്പുണ്ടാവില്ല. ഇതെല്ലാവർക്കും കൂടി കൈയിട്ട് വരാൻ പറ്റിയ സംഭവമാണ് ഇത്. ഇങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ ഏറ്റെടുക്കാൻ പാടില്ല, ഇങ്ങനെ സഹായിക്കാൻ എന്തോരം പേര് വേണം. ഒന്നുകൂടെ എടുത്ത് ശരിയാക്കാം, അയ്യോ ഒന്നുകൂടെ എടുക്കാന്ന് പറഞ്ഞാൽ 20-30 ടേക്ക് എടുക്കാൻ പാടില്ലേ. അപ്പോഴും അത് ഇദ്ദേഹത്തിന് അറിയാവുന്ന വ്യക്തിയല്ലേ, നമ്മളെന്ത് ചെയ്തു, വേണ്ട ആരും വേണ്ട. അങ്ങനെ എളുപ്പം ഒന്നും കയറി വരാൻ പറ്റിയ സ്ഥലമൊന്നുമല്ലോ, ഇത് എന്തെങ്കിലുമൊക്കെ അറിയണം, അതാണ് സിനിമ. എല്ലാവരും അങ്ങനെയാണ്. ഓക്കെ, ഡയനയുടെ സോൾ സ്റ്റോറി എന്ന് പറയുന്ന സീരീസ് കണ്ട ശേഷം ഭയങ്കരമായിട്ട് അതിൻ്റെ ചില സീനുകൾ ഭയങ്കര വൈറലായിരുന്നു. അത് ഞാൻ കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒരു എനിക്ക് തോന്നുന്നു വളരെ അടക്കത്തോടെ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ, ഒരു ലെസ്ബിയൻ കഥാപാത്രത്തെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. എത്രത്തോളം എളുപ്പമായിരുന്നു ആ ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്നത്? കാരണം അത്രയും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം മാക്സിന് വേണ്ടിയിട്ട് ഒരു വെബ് സീരീസ്, അപ്പം സുഹാസിൻ ചേച്ചിയും അനാർക്കലിയൊക്കെ അല്ല ഈ അടുത്തിറങ്ങിയിട്ടേ ഉള്ളൂ. അതെ, അത് ഭയങ്കര ചർച്ചയായി എന്നുള്ളതാണ്. അതാ എനിക്ക് അതിൻ്റെ ആ ഒരു കഥാപാത്രം ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടും പിന്നെ അതിൻ്റെ ഒരു ത്രെഡ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത്രയധികം ചർച്ച ചെയ്ത് പോയത്. അപ്പോൾ എന്താ ചോദിച്ചത്, വരുന്ന കമന്റ്സുകളൊക്കെ എങ്ങനെയാണ്? കാരണം അത് ഭയങ്കര ശ്രദ്ധിക്കപ്പെടുന്നു, കുറെ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു അതിന്റെ ചില സീനുകൾ. അതെ, വരുന്ന കമന്റ്സ് എങ്ങനെയിരുന്നു എന്ന് വെച്ചാൽ അത് ഓക്കെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു, നെഗറ്റീവ് പറഞ്ഞ കമന്റ്സ് ഉണ്ടായിരുന്നു. സോ നമ്മൾ നെഗറ്റീവ്സ് നമ്മൾ ഈ മൈൻഡ് ചെയ്യുന്നില്ല, കാരണം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. സോ അവരെയും അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ, ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു ക്യാരക്ടറാണ് അങ്ങനെ ഒരു കഥാപാത്രം. നല്ല ടീമായിരുന്നു അത്, നല്ലൊരു കാസ്റ്റായിരുന്നു അത്.
പിന്നെ ഡിഫിക്കൽട്ട് അതെ ഡിഫിക്കൽട്ട് ആയിരുന്നു സത്യം പറഞ്ഞാൽ. പുതിയതായിട്ട് പരീക്ഷിക്കുകയല്ലേ. ആൻഡ് അപ്പോൾ പക്ഷെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുട്ടി വളരെ കംഫർട്ടബിൾ ആയിരുന്നു. നമ്മൾ വളരെ നല്ലൊരു സൗഹൃദമൊക്കെ ഉള്ളതുകൊണ്ട് ഓക്കെ. ആദ്യം ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നീട് നമ്മുടെ ജോലിയാണ്, നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നമ്മൾ അഭിനയിക്കണം, കുഴപ്പമില്ലാണ്ട് പോയി. അതെ. അവർക്ക് പേടി ആരുടെ മുമ്പിൽ ഇതിന്റെ comments, events ആ പറഞ്ഞു. എന്ത് ചെയ്യാൻ ഈ പേടിയുടെ ഒക്കെ കാര്യം പറയുമ്പോഴേ ശരിക്കും മമ്മൂക്കയും കയ്യൊപ്പ് എന്നുള്ള സിനിമയും എത്രത്തോളം ജാഫർക്കയുടെ ഒരു പേടി മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്? പേടി മാറിയില്ല, പേടിയൊക്കെ ഒന്നും മാറിയിട്ടില്ല. ആ സമയത്ത് പേടിച്ച് പോലാതായിരിക്കുന്ന സംഭവം. പക്ഷേ പുള്ളി പറഞ്ഞു ആരെങ്കിലും പേടിച്ചു വല്ല എന്തെങ്കിലും നിനക്ക് എന്തൊക്കെ ചോദിച്ച സംഭവം ഉണ്ടായില്ല. അത് പണ്ടത്തെ ഇൻ്റർവ്യൂവിൽ നമ്മുടെ നാനാലത്തെ വെള്ളിയാഴ്ച ചിത്രം അനിൽ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. അന്നോട്ട് എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ മറ്റേ ഈ ഒരു ചാനലിലേക്ക് പോയി വെള്ളിയാഴ്ച നിങ്ങളൊക്കെ അറിയുന്നേ, വെള്ളി അനിൽ എന്നൊക്കെ വിളിക്കുന്നത്. പുള്ളി അതിനെക്കുറിച്ച് എഴുതിയതാണ്. പിന്നെ പക്ഷേ എനിക്ക് പിന്നെ ബേസിക് പ്രോബ്ലം ഉണ്ടെന്ന് വരെ രഞ്ജിത്ത് സാറും പുള്ളിയും കൂടി സംസാരിച്ചാൽ, അതായത് ഈ കൈ ഇങ്ങനെ ആ പടം കണ്ടാൽ അറിയാം. ഫിറോസ് ബാബുവിൻ്റെ ഈ കൈയില്ലേ, ഈ കൈ എങ്ങനെ വെക്കണം എന്ന് എനിക്ക് അറിയാൻ പാടാത്തൊരു അവസ്ഥ വന്നു. നമ്മൾ ഈ ഹാൻഡ് കൊണ്ടുള്ള പണിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അഭിനയിച്ചിട്ടായിരുന്നു. എത്രാമത്തെ സിനിമയില്? കയ്യപ്പ 6ാമത്തെ സിനിമയാണ്. അന്നേരം പറയണ്ടേനു അല്ല 5-6 സിനിമ കഴിഞ്ഞു കയ്യപ്പോ. എനിക്ക് ഞാൻ ഫസ്റ്റ് പടം ഒരു 3 ഹീറോസിലൊരു ഹീറോ ആയിട്ടാണ്. 6ാമത്തെ പടം ആയിരക്കണക്കിന് സ്റ്റേജുകള് ഇന്ത്യയിലുള്ള എല്ലാരും മിമിക്രി അവതരിപ്പിച്ച് വിട്ടിട്ട് ഒരുപാട് പ്രോഗ്രാം നടത്തി, നന്നായിട്ട് പാടും. എന്നിട്ട് 6ാമത്തെ പടത്തിന് അല്ല അതിനകത്തൊരു കാര്യമുണ്ട്. അതെല്ലാം നമ്മളുണ്ടല്ലോ, നമ്മുടെ അനുഭവം പറഞ്ഞു പോവാ. കാര്യം ഇപ്പൊ ടെക്നോളജി മാറിപ്പോയില്ലേ. അന്ന് ഈ സംഭവം നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, ഞാൻ നിസാർ സാറിൻ്റെ ഒരു വർക്കിന് ഇവിടെ നിൽക്കുമ്പം അന്ന് കോഴിക്കോട് മാർത്താണ്ഡൻ, ഡയറക്ടർ മാർത്താണ്ഡൻ അന്ന് അസോസിയേറ്റ് ചെയ്യുക, നമ്മുടെ നിസാർ സാറല്ലേ ഡയറക്ടർ. അപ്പം പെട്ടെന്ന് ആൻഡ്രോച്ചേൻ്റെ ഒരു വിളി വരിക. ആൻഡ്രോച്ചേനാണ് വിളിച്ചു, ഇന്ന പോലെ മമ്മൂക്കായുടെ സിനിമയിൽ നിനക്കൊന്ന് അഭിനയിക്കാൻ പറ്റുമോ? അതനുസരിച്ച് നമ്മൾ സ്നേഹബന്ധം വെച്ചിട്ടുള്ള ഒരു ഇടയ്ക്ക് വെച്ച് കണ്ടിട്ടുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഛായ ഗോവിന്ദ്, നമ്മുടെ ഈ കുട്ടിയുണ്ട്, എൻ്റെ പേര് പറഞ്ഞത് 2 കുട്ടികൾ അവിടെ അഭിനയിക്കാൻ വന്നിട്ടുണ്ട്, മായ മൗഷമി. അപ്പം ഞാൻ സീരിയലിലാണല്ലോ. അപ്പം ഞാൻ മണിയമ്മ രാജേണ്ണൊക്കെ ഉണ്ട് ആ സീരിയലിൽ. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇല്ല ഞാനിവിടെ ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. അപ്പം അവിടെ നിന്ന് അല്ല അത് നീ ആലോചിച്ച് പറ, അതായത് മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാക്കൊക്കെ പറഞ്ഞു. മമ്മൂക്ക വരെ റെക്കമെൻഡ് ചെയ്തു എന്നുള്ള രീതിയിൽ വരെ ഒരു സംസാരം വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കിതില്ല വലുത്, എനിക്കന്ന് വലുതല്ലേ, ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. കോഴിക്കോടാണ് ഞാൻ കിടക്കുന്നത്, ട്രിവാൻഡ്രത്താണ്. ഞാൻ ഈ സാധനം വന്നു കേട്ട് ഞാനങ്ങ് വെച്ചോണ്ടിരുന്നിട്ട് ഈ പിള്ളേരൊക്കെ ഇങ്ങനെ വന്നിരുന്ന് കഴിയുമ്പോൾ ഞാൻ ഈ കാര്യം പറയൂ, അയ്യോ ദൈവമേ അങ്ങനെ പറഞ്ഞു, പിന്നെ എന്തിനാ വിട്ടെ? ഞാൻ പറഞ്ഞു ആ സാറിൻ്റെ മുഖത്ത് പോയി കഴിഞ്ഞാൽ അന്ന് നിസാറൊക്കെ മുറുക്കിക്കൊണ്ട് എന്താ ഇങ്ങനെയാ അല്ലേ. ഞാൻ മിണ്ടാകുന്നില്ല. ഈ പെൺപിള്ളേർ പറഞ്ഞു നിസാർ സാർ അങ്ങനെയൊന്നും കേട്ടോ, ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇക്കൊന്ന് പറഞ്ഞു നോക്കൊന്നും പറഞ്ഞിട്ട് ഞാൻ ഈ നിസാർ സാറിനോടും മാർത്താണ്ഡൻ സാറിനോടും കൂടെ പറഞ്ഞു, ഇന്ന വലിയ സംഭവം ഉണ്ട്, കോഴിക്കോട് വിളി വന്നു. രഞ്ജിത്ത് സാറിന് ഞാൻ രഞ്ജിത്ത് ചേട്ടാന്ന് വിളിക്കുന്നത്, രഞ്ജിത്ത് ചേട്ടൻ്റെ പടമുണ്ട്. ആ രഞ്ജിത്ത് ചേട്ടനെ വിളിക്കാൻ കാര്യം വെച്ചാൽ 95 കഥയുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് ജർമ്മനിയിലുണ്ടായി. പിന്നെ ഒരു 6-7 വർഷം കഴിഞ്ഞിട്ട് എവിടെ ഈ പടം നടക്കണം, അപ്പോൾ എനിക്ക് രഞ്ജിത്ത് ചേട്ടാന്ന് വിളിക്കാം. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വിളി വന്നു. ഇവർ പെട്ടെന്ന് ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഇയാൾ ഇങ്ങനൊരു അങ്ങോട്ട് ഉടക്കി. ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഒരു കല്യാണത്തിന് വോട്ടെടുത്ത് വെച്ചിട്ടുണ്ടപ്പം, സാറേ മോളും പുള്ളിയിരുന്ന് കഴിക്കുക, എന്നാടാ സുഖമാണോ? ഞാൻ പറഞ്ഞു അന്ന് തന്നെ വിട്ട നീ പോയി രക്ഷപ്പെട്ടില്ലേ, സത്യമായിട്ട് നീ ക്യാമറ എന്നോട് പറയാ സാർ. അങ്ങനെ ഇവർ പെട്ടെന്ന് എന്തൊക്കെ ഇങ്ങനെ മാറ്റിമറിക്കുന്നു. മാർത്താണ്ഡൻ സാർ ചെന്നിട്ട് ഇങ്ങനെ കുറിക്കുന്നു, ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കണ്ണിട്ട് നോക്കുന്നു. അപ്പം ഞാനിത് പോകാനൊന്നും പറ്റിയായിരുന്നേ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എൻ്റെ കോമ്പിനേഷനും അന്ന് എടുക്കാൻ പറ്റുന്നതൊക്കെ പെട്ടെന്ന് സ്പീഡാവുക. അന്ന് മണിയമ്മ രാജേണ്ട വേണം, അതൊക്കെ രാത്രി എടുക്കാൻ പറ്റിയിരുന്ന വരുന്നു എടുക്കുന്നു, ഇങ്ങനെയൊക്കെ എടുത്തിടും. ഒരു സമയത്ത് പെട്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ വന്നിട്ട് പോട്ട് വാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളിവിടിയിലോട്ട്, അത് സത്യമുള്ള കാര്യം പറയാം. പോയി അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ഇപ്പം ഈ പറഞ്ഞില്ലേ ഇത്രയും പാട്ട് പാടും, ഇത്രയും സിനിമയിലെ വെച്ചു, 6 പടത്തിലെ വെച്ചു, വിറയ്ക്കുവാന്ന് ചോദിച്ചില്ലേ,
മോളെ അന്ന് സിനിമ ഓലെ ഇതിനകത്ത് ഫിലിമിലാന്ന് അവിടെ നിന്ന് ഒച്ചയും കൊണ്ട് വരും. ആ അത് ഓൺ ചെയ്യുമ്പോഴേ ട്രെന്ന് പറഞ്ഞ ഒച്ച വരും. എൻ്റെ ഞാൻ ഒരു 10-35 സിനിമയെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് മാറ്റി പിടിക്കാൻ പറ്റില്ലേ, ടെക്നോളജി മാറിയില്ലേ. തെറ്റിച്ചാലും ഒരു എന്തെങ്കിലും ഒച്ച ഏൽപ്പിച്ചുകൊണ്ട് വന്ന ആൾക്കാർക്ക് ആർട്ടിസ്റ്റുകളാ. അന്ന് ആ പേടി, നമ്മൾ തെറ്റി 1-2 തെറ്റിക്കഴിഞ്ഞാൽ ആളെ മാറ്റുമല്ലേ. ഇയാളെ വെച്ച് ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ആ പറഞ്ഞു ആര് വിളിച്ച ആ നോക്ക് അടുത്ത് പറഞ്ഞ് തെറ്റിപ്പോയി, മാറ്റി നിർത്ത, എവിടെയല്ലോ പറയാൻ ഒരാൾ വന്നേ മാറി. അങ്ങനെ അനുഭവം വന്നിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് പഴയ സിനിമാക്കാരെ കുറിച്ച് മോശം വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അന്ന് മാറ്റി നിർത്തിയവർ പറഞ്ഞാൽ മനസ്സിലായില്ലേ. അന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ആൾക്കാർ ഇന്നത്തെ സിനിമാക്കാരെല്ലാം അന്നൊന്നും ആകാൻ പറ്റിയില്ല. കാര്യമല്ല, അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ DOP എന്നിട്ടൊരു 1/2 ക്യാനിന് വേണ്ടിയിട്ട് ഇതൊക്കെ കണ്ണിന് കണ്ടിട്ടുള്ള ഒരു 1/2 ക്യാനും കൂടെ തരാമോ, ഞാൻ വൈകുന്നേരം തീർത്ത് തരാം. അല്ല അത് തീർന്നില്ല, മറ്റേ സാധനത്തിൽ നീണ്ടുപോയി, എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ഒരു ക്യാനിൻ്റെ പകുതി മേടിക്കണേ. അപ്പോഴേ ഇവിടെ ഒന്ന് തെറ്റിക്കണേ. ഇതിൽ ഒച്ചയുണ്ട് മോനെ. ഇത് കറങ്ങി കഴിയുമ്പോഴത്തേനേ ഒരു ട്രെന്നൊരു ഒച്ചയുണ്ട്. ഇവിടെ നിന്ന് ഒരാളൽ കയറിയോണ്ടല്ല. ആ എന്നെ പോലെയല്ല, ഏത് വലിയ നടന്മാരോടും ചെന്നിട്ട് പണ്ടത്തെ ചരിത്രം ചോദിച്ചു അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞില്ലെങ്കിൽ അയാൾ അത്ര വലിയ സിനിമ പഠിച്ച ആളായിരിക്കും. അതേത് വലിയവർക്കും ആ പേടിയുണ്ടാവും. അതുവെച്ചാൽ നമ്മൾ ആ തന്നിരിക്കുന്ന ടൈം ഇല്ല ഡയലോഗ് പറഞ്ഞ് തീർക്കുന്നവരെ കട്ടാകാതെ പോയി കഴിഞ്ഞാൽ നമുക്കൊരാഹ്ലാദമുണ്ട്. പിന്നെ അത് തന്നെ അല്ല, അത് തെറ്റിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അപ്രീഷിയേറ്റ് ഉണ്ട്. അവരോട് കലക്കി കേട്ടോ, ഗംഭീരമായി പോയി. അതാ ഓല, ഇത് ഓല എന്നൊക്കെയാണ് അവർ പറയണത്. ഈ ഫിലിം തീർത്തിട്ടില്ലല്ലോ, ഇതാണ് എൻ്റെ കാര്യം. ഇത്രേ ഉള്ളൂ. അന്ന് സിനിമയ്ക്കൊരു വലിയ ഒരു പേടി കിടപ്പുണ്ട് മോനെ. ഇപ്പം അങ്ങനെ ഇപ്പം എനിക്ക് പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത ആൾക്ക് എനിക്കിപ്പോൾ പേടിയുണ്ട്, ഇപ്പോഴും പേടിയുണ്ട്. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുമോ കിറ്റുമോ എന്നൊക്കെ ഇപ്പോഴും പേടിയുണ്ട്. അന്നത്തെ ആ പേടിയില്ല. അന്നത് മമ്മൂക്ക എങ്ങനെയായിരുന്നു മാറ്റിയത്? അല്ല അതല്ല, പുള്ളി സപ്പോർട്ട് ഒന്നുമില്ലേ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും മൊത്തത്തിൽ മാറിയില്ല. നോയമ്പ് കാലത്തിലായി പടം നടക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്ത് ഇപ്പോൾ കോഴിക്കോട് നാരായണ സാറും ചേട്ടൻ പിന്നെ മമ്മൂക്കായിരിക്കുന്നതൊക്കെ ഞാൻ ആ ചൂല് കണ്ട മോള് ആ ബക്കറ്റൊക്കെ ആയിട്ട് ആ ബാത്റൂം കഴിയിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് പറയണ്ടേ, എനിക്ക് ആ ചൂലിങ്ങനെ കിടന്ന് വിറയ്ക്കുന്നു. വിറച്ച് കഴിയുമ്പോഴത്തേനും പയ്യെ ഷൂട്ടിങ് കട്ട് ചെയ്തു, മമ്മൂക്ക കട്ട് ചെയ്തിട്ട് പയ്യെ അവിടെ വിളിച്ചിരുത്തി. അപ്പോൾ ഇത് ഞാൻ ഓർത്തിരിക്കാൻ കാരണം ഞാനൊരു ചെറുകിട ആർട്ടിസ്റ്റ് അവിടെ നിന്ന് അനുഭവിച്ചല്ലേ. ഇപ്പം ഞാനിത് ആ പുള്ളിയോട് പറഞ്ഞ അന്നങ്ങനെ ഉണ്ടായിരുന്നോ, അത് ഓർത്തിരിക്കേണ്ട ആവശ്യമുള്ളൂ. എന്നെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതാ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, മറ്റേ വെള്ളിയിൽ എഴുതിയിട്ടുണ്ടല്ലോ ഇത് അനുഭവം ഞാൻ പറഞ്ഞു കൊടുത്താൽ. അപ്പോൾ എഴുത്തിൽ കിടപ്പുണ്ടല്ലോ, വായിച്ച് എനിക്ക് അറിയാൻ പറ്റും. ആ പുള്ളിയോടെന്ന് പറഞ്ഞു, നീ നിനക്ക് എന്നാ പ്രശ്നം? അപ്പോൾ ഞാൻ പറഞ്ഞില്ല. അതിൽ നീ പേടിക്കുന്നുണ്ടോ ഒന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അല്ല അത് പേടിയുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, പറ്റാൻ മറിച്ചാന്ന് പറഞ്ഞിട്ട് അതങ്ങ് മാറ്റി. എന്നിട്ട് ഒരു ചൂലെടുത്ത് അതിനെ ആ വന്ന വഴിക്ക് ആ ചൂലില്ലേ, ചൂലൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയോട് വയ്ക്കണം. ആ റൂമിലാണ് താമസിക്കുന്നത്, ബാലേന്ദ്രൻ മറ്റേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ നിന്ന് പറയുക. അവിടെയൊക്കെ സഹായിച്ചത് നമുക്ക് ധൈര്യം വന്നു. ഞാൻ ചുമ്മാ നിന്നിട്ട് അതൊരു വയസ്സനാന്നേ, ഞാൻ ചുമ്മാ പറയാം, ഒരു വയസ്സനാന്നേ, ഒരു ഇത്രയും തടിയുണ്ട്, എനിക്ക് കണ്ടിട്ട് പേടിയാൻ പറ്റില്ല, എന്തൊക്കെ ഡയലോഗുണ്ട്. അത് അങ്ങനെ എന്തിനാ മറ്റോനെ ഈ കയ്യിൽ ചൂലിരിക്കുന്നത്, ഈ ചൂലിങ്ങനെ ഇതൊക്കെ വെച്ചൊന്നും ഒരു ചൂല് മേടിച്ചേക്കേ. ഞാനിതൊക്കെ ഒന്ന് ഞാൻ തൂക്കാൻ ഇറങ്ങിയ ആളല്ലേ, ഇതൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, അത് കാണിച്ചു വന്നു. അങ്ങനെയാണ് ആ പടത്തിൽ ചെയ്തത്. അങ്ങനെ മൊത്തത്തിലൊരു അപ്പുറത്തെ സൈഡിൽ നിന്ന് എനിക്കൊരു ധൈര്യം കിടപ്പുണ്ടല്ലോ രഞ്ജിത്ത് ചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ അതുണ്ട്. പിന്നെ ഇതുണ്ട്. പിന്നെ ആൻഡ്രോ ചേട്ടൻ്റെ മനോജുള്ള സാറാ ക്യാമറേനെ ഇഷ്ടമുള്ളൊരു ക്യാമറ. അപ്പോൾ അത് സപ്പോർട്ട് കിട്ടിയപ്പോഴത്തെ പേടി അങ്ങനെ ഒതുങ്ങിയെന്നുള്ളൂ. പേടി എങ്ങനെയാണ് ഇത് ബേസിക്കലി ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടുന്നേ. അത് കൈ ഇങ്ങനെ വെച്ചേക്കുന്നത്, അത് എന്ത് ചെയ്താലും രഞ്ജിത്തിട്ട് പറയടാ കൈ അങ്ങനെ പിടിക്കില്ല, കൈ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒതുക്കാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തോട് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടാ ബേസിക് പ്രോബ്ലം അങ്ങനെ പറഞ്ഞു. പക്ഷെ മമ്മൂക്കുള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ജാഫർ ഖാൻ. അല്ല, അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞല്ലോ, ഒരു പിന്നെ 2 പേരെ ഞാൻ പടത്തിൽ കയറ്റുന്നു. കളറ് പറഞ്ഞേ ഇങ്ങനെയാണ് ഒരു കറുത്തവനെയും വെളുത്തവനും ഞാൻ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞു. ടിനിയോട് ചോദിച്ചു നോക്കി, ടിനി എന്നോട് പറഞ്ഞു ആരാന്നല്ലോ, ഒന്ന് ബിജുക്കൂട്ടം പോത്തമാവ് കൊടുത്തു, എനിക്ക് കയ്യൊപ്പം തന്നു വെളുത്തത്. ഞാൻ വെളുത്തതല്ല, അങ്ങനെയൊക്കെ ചരിത്രമൊക്കെ എഴുതിപ്പോയ കഥ തന്നെ ഇത്.
ഇത് പണ്ടുള്ളതാണ്. ഇതിന് മുമ്പേ സിനിമയിൽ വരായിരുന്നു. കാരണം ഒരു പരിപാടിക്കിടെ രഞ്ജിത്തേട്ടൻ പറയുന്നുണ്ടായിരുന്നു നീ പോയപാട് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിക്കാണ്ടിരുന്നു. അന്നേ വിളിച്ചിരുന്നെങ്കിൽ ഇതിന് മുന്നേ കയറായിരുന്നു. അല്ല, ഞാൻ 96 എൻ്റെ കല്യാണം നടന്നത്. ഞാൻ 96 ശരിക്കും അസുരവംശം എന്ന് പറയുന്ന മനോജ് ചേച്ചൻ്റെ പടത്തിൽ വരേണ്ട ഒരാളാണ്. അത് 95 ഞാൻ ഈ രഞ്ജിത്തേട്ടൻ, നമ്മുടെ സിദ്ദീഖിക്ക, നമ്മുടെ നടൻ സിദ്ദീഖിക്ക, കലാപം റഹ്മാനിക്ക, ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മ്യൂസിക്കാരൻ പെരുമാറുന്ന ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിൻ്റെ ഒരു പ്രോഗ്രാമിന് 95 പോയി. 10-13 പരിപാടിക്ക് പോയാൽ ഒരു 3 പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു വിഷയമുണ്ടായി. അതിലൊരാളുടെ വൈഫ് മരണപ്പെട്ടു പോയി. അത് ആയിട്ട് ക്യാൻസറായി പോകുന്നു. അപ്പം അങ്ങനെ അത് വെച്ചിട്ട് അന്ന് ഞാൻ പോകുന്നത് എന്തിനാണെന്നറിയാമോ? ഞാൻ സിദ്ദീഖൊക്കെ പാട്ട് പാടുമ്പോൾ ഞാൻ ഫീമെയിൽ പാടാനാണ് പോകുന്നത്. അന്നത്തെ പാട്ടേന്നറിയോ? അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ, ആ പാട്ടില്ലേ? അതിനകത്ത് സ്ത്രീ പാടുന്നില്ലേ? പ്രസാദവും ഇല്ലേ? അന്ന് ഞാൻ ഫീമെയിലാ പാടുന്നത്. അന്ന് ഫീമെയിൽ ടോണാ എനിക്ക്. ഈ അടുത്ത കാലത്തല്ലേ എൻ്റെ ഈ സ്വരം ഈ ചിരട്ട പാറപ്പെട്ട് ഉറയ്ക്കുമ്പോലെ ആയേ. അങ്ങനെയാണ് നമ്മുടെ ചരിത്രം. അപ്പം എൻ്റെ ചരിത്രം മാത്രം കേട്ടിട്ടുള്ള കാര്യമില്ല. അങ്ങനെ ആ ബന്ധങ്ങൾ വെച്ചിട്ട് അങ്ങനെ അന്ന് പുള്ളി എന്നോട് പറഞ്ഞു, നീ പോയതെ വിളിക്കണം, മനോജ് കെ ജയൻ അഭിനയിക്കുന്ന അസുരവംശം എന്നൊരു പടമുണ്ട്, നിനക്കൊരു വേഷം തരും എന്നൊക്കെ പറഞ്ഞു വെച്ചു. അപ്പോൾ എനിക്ക് ഫോണുമില്ല, ഒന്നുമില്ല. ഞാൻ ആ സമയത്ത് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടൊക്കെ ഇടുക്കി ഇവിടെ. ഞാൻ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു, കാസർഗോഡ് എന്നിട്ട് ആ പടം ചെയ്യാൻ അന്ന് നടനാവും. ഞാൻ ബന്ധപ്പെട്ടില്ല. പിന്നെ ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ സമയം ഉണ്ടായിട്ട് ഇപ്പോൾ നമ്മളിട്ട് ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുമെന്നോ മറന്നു പോകും. ഓട്ടോറിക്ഷ ഓടിച്ചാൽ ഇപ്പൊ ഓട്ടോറിക്ഷ ഓടിക്കണ്ടോ? ഇപ്പം പടത്തിൽ കിട്ടുമ്പോ ഓടിക്കും. അതല്ല, ചുമ്മാ ഓടിക്കാറുണ്ടോ? അതാ പറഞ്ഞ സിനിമയിൽ കൊണ്ടുവരൂ, അങ്ങനെ ഓടിക്കും. അതേ ഉള്ളൂ. അല്ല, ഒഴിവ് കിട്ടിയ സ്റ്റാൻഡിൽ അല്ല, അങ്ങനെയല്ല ചോദിച്ചേ, ഓടിച്ച് നോക്കാറുണ്ടോന്ന്. അങ്ങനെ ആ കാലം അങ്ങനെ. അപ്പൊ നമ്മള് വലിയൊരു കാര്യമൊക്കെ എടുത്തില്ല. ഏത് സിനിമ അത് ഫോൺ വിളിക്കണോ ഇങ്ങനെ വിളിച്ചാലേ ഉള്ളൂ. പുള്ളി ഇവിടെ വെച്ച് പറഞ്ഞു ഞാൻ ചെന്നായിരുന്നു, എനിക്ക് തന്നേനെ. ഞാൻ ചെന്നില്ല, വിളിച്ചില്ല, എനിക്ക് ഫോണുമില്ല, PP ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നല്ലേ നമ്മുടെ നയനാർ സർക്കാർ ഭരിക്കുന്ന കാലത്ത് യുവജന മേള 15 വയസ്സ് തൊട്ട് 35 വയസ്സുള്ള അതിനകത്തുനിന്ന് പയ്യെ കറങ്ങി അടിച്ച് ഇങ്ങനെ മാർത്താണ്ഡവർമ്മ പാലത്തിൽ വന്ന് കയറിയതാ, പെരിയാർ വഴി ഒഴുകി നേരെ വന്ന് കൊച്ചിങ്കലാവണിൽ കയറി, അപ്പുറം കയറി ഇപ്പുറം അങ്ങനെ പോയിരുന്നു. അങ്ങനെ നമ്മുടെ ചരിത്രം ഇത് പറയുകയാണെങ്കിൽ 3-5 ദിവസം വേണമെന്ന്. പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരുമ്പട്ടവൻ്റെ സംഭവം. അപ്പോൾ ഒരുമ്പട്ടം സിനിമ നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കുക, നിങ്ങളൊക്കെ ഒന്ന് നമ്മളെ പോലുള്ള ആൾക്കാരെ സഹായിക്കുക. വലിയ നടന്മാരൊന്നുമില്ല, പക്ഷേ കഥാതന്തുവും കഥ ചെയ്തിരിക്കുന്നത് മൊത്തം ഒരു നല്ല അനുഗ്രഹീതൻ. ആരും പറഞ്ഞില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ആരും. അനുഗ്രഹീതൻ അന്ന് ചെയ്ത ക്യാമറമാനാണ് ചെയ്തേക്കുന്നത്. ഗംഭീര വർക്കറായിരുന്നു. അവരുടെ ഫ്രെയിമൊക്കെ ഭയങ്കര രസമാണ്. അതും ഒരു പൊത്തിനൊക്കെ കൊണ്ട് ക്യാമറ വെച്ചോളി. അങ്ങനെയുള്ള ആളാണ്. അപ്പം അദ്ദേഹം ചെയ്തേക്കണം, നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ജനം കണ്ടിട്ട് ജനമാണ് പറയണേ. നമ്മൾ എന്തൊക്കെ ചെയ്തു വെച്ചു, കോടികൾ മുടക്കി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം കണ്ടോ, ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്, മറ്റേ പടം എങ്ങനെയുണ്ട്, താമോയി കണ്ടോ, അതിന് സന്തോഷിക്കുന്ന കുറേ ആൾക്കാർ. അങ്ങനെ സന്തോഷിക്കാവുന്ന പടം, ഒരു പടം പോകരുത്. എല്ലാ പടവും അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇൻഡസ്ട്രിയിൽ നിൽക്കുകയുള്ളൂ. അപ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ജോലി എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെ അതാണ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ അടുത്ത് ഇങ്ങനെ പോയിരിക്കും എല്ലാവരും. എന്നാ കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം, അവരുടെ പരിചയം ഇവിടുത്തെ പരിചയമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാം. അപ്പൊ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ സിനിമയും വിജയിക്കണം. അപ്പൊ ഞങ്ങളുടെ സിനിമയും ആ സൈഡിൽ കൂടെ ഒന്ന് വിജയിപ്പിക്കണം. ഇപ്പൊ ചേട്ടന്റെ കാര്യം പറയുമ്പോൾ ഇതിന് മുന്നേ ഒരു LLB എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബാപ്പയുണ്ട്. അപ്പൊക്കെ ബാപ്പ എന്തായിരുന്നു അഭിനയിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ ബാപ്പ ഒന്നും പറഞ്ഞില്ല. ഞാനിപ്പനോട് ഇങ്ങനെ ഒരു പടം അങ്ങനെ വിളിച്ചു, സിദ്ദീഖ് സാർ AC ഉണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർ. അപ്പോൾ ഒരൊറ്റ സീന് ചെയ്യാനൊന്ന് വരാം. അപ്പോൾ ഞാൻ പോയി. അന്നും ഇതുപോലെ തന്നെ ഫസ്റ്റ് ഒരു മാർക്കറ്റിൽ വെച്ചിട്ടാ ഓട്ടോക്കാർ വണ്ടിക്കാർ എല്ലാം തടിഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സീനുണ്ട്. ഒരുപാട് ആളുണ്ടായിരുന്നു, 250 ആള് അന്നും തന്നെ. പിന്നെ ആ 2 മിനിറ്റ് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് ഇതിലാണ് നടക്കണതൊക്കെ കാണിച്ചത്. പറഞ്ഞൊക്കെ ഇതിലാണ് ഈ സിനിമയിലെ കാണിച്ചത്. അന്ന് ഇപ്പൊ ഒന്നും പറഞ്ഞൊന്നും ചെയ്തില്ല. ഇപ്പനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പോവാണെന്ന് പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല.
ഇപ്പൊ ചെറുപ്പകാലത്തിലെ മാമുക്കോയ നടൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം അപ്പോഴേ സിനിമയിൽ ഭയങ്കര ആക്റ്റീവാണ് ചേട്ടൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഒക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടാവില്ലേ ഉപ്പ സ്കൂളിലേക്ക് വരിക, ഗസ്റ്റായിട്ട് വരിക? ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ ഇപ്പൊ സിനിമാ നടൻ അയക്കണം, 87-ലൊക്കെ ദൂരെ കൂടെ കൂട്ടാം. പിന്നെ അങ്ങനെ SSLC ഒക്കെ ആയി, പിന്നെ റാംജറ സ്പീക്കിംഗ് വന്ന്, പിന്നെ തിരക്കായി. ആ പടത്തൂടെ എല്ലാവർക്കും ബ്രേക്കായി. അങ്ങനെ പിന്നെ ഇതൊക്കെ ആയിട്ട് വരും. പിന്നെ ഇപ്പം എൻ്റെ കൂടെ സ്കൂളിലൊക്കെ വരുപ്പാ അതിന് എല്ലായിടത്തും സംഭവിക്കണ പോലത്തെ രാത്രി പോക്ക് ഉണ്ടാവും. അതിനുശേഷം ഇപ്പം മരിച്ച സമയത്ത് വലിയ രീതിയിൽ പറഞ്ഞൊരു വാർത്തയായിരുന്നു അത്, മലയാള സിനിമ അവഗണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ വാർത്തയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും അതിലെന്തായിരുന്നു ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നത് അത്തരം വാർത്തകൾക്ക് പിന്നിൽ? എല്ലാവരും വന്ന് ഓരോരുത്തരുടെ സമയത്തിനൊക്കെ അനുസരിച്ചൊക്കെ സമയം നോക്കി ഓരോരുത്തർക്കും ഓരോ തിരക്കും കാര്യം. അന്ന് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും എല്ലാ തിരക്കും കാര്യം. അപ്പോൾ അന്ന് ഒരു ഡയറക്ടർ ഒരു ലൈവ് പരിപാടി ഉണ്ടായിരുന്നു ഇയാളെ, നമ്മള് റിപ്പോർട്ടർ ചാനലിലെ എന്തേനും നികേഷ് കുമാറിന്റെ. അപ്പൊ ഞാൻ രാവിലെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ വൈകിട്ടൊന്നും ഇരിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ മരിച്ചൊരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പൊ ഞാൻ ആ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ലൈവ് ഇങ്ങനെ ചോദിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു 3-4 ആളുണ്ട്, ഡെപ്യൂട്ടി നമ്മളെ മുനിസിപ്പാലിറ്റി നമ്മളെ കോർപ്പറേഷന്റെ ചെയർമാൻ, അങ്ങനെ എല്ലാവരും കൂടി ഉണ്ട്. 4-5 ആൾ ഇരുന്നിട്ട് സംസാരിക്കാം. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോ ലാസ്റ്റ് പിന്നെ നിസാർ പറയൂ ചർച്ചയില് നിസാർ പറയൂ എന്തായിരുന്നു മോഹൻലാൽ വരാതിരുന്നായിരുന്നു, മമ്മൂട്ടി അത് ഭയങ്കര ചർച്ചയായി. ഇവര് പറയൂന്ന് പറയാം. അപ്പൊ എന്നോട് രാവിലെ ഈ ഫോൺ വന്നപ്പോ നികേഷ് കുമാർ പറഞ്ഞു ഞാൻ ഒരു ഉപ്പനായിട്ട് നല്ല ബന്ധാന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ അറിയാം ഞങ്ങൾ ഇന്റർവ്യൂ ഇല്ല, ഞാൻ 1-2 തവണ എന്റെ സമയം സംസാരിച്ചിട്ട് നികേഷ് ചേട്ടന്റെ സമയം എല്ലാവരും മിസ്സായി, പിന്നെ ഇപ്പൊ സമയമില്ലാത്ത മിസ്സായി. ബന്ധമുണ്ട്, പക്ഷെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടില്ല എന്നാണ്. അത്ര ബന്ധമുണ്ട്. പിന്നെ അയാൾ അച്ഛനായിട്ട് MBR ആയിട്ടൊക്കെ ഇപ്പൊ ഭയങ്കര ക്ലോസ് ബന്ധമൊക്കെ, അത്ര കുടുംബബന്ധം പോലെ ബന്ധമുണ്ട്, എനിക്കറിയാം കാര്യം. അപ്പൊ അതൊക്കെ സമ്മതിച്ചിട്ട് നികേഷ് ചേട്ടനോട് പറഞ്ഞു ചെയ്ത്. അതിന്റെ ശേഷമാണ് നികേഷ് ചേട്ടനെ മമ്മൂട്ടി മോഹൻലാലും വരാത്ത പരാതിയൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞു കഴിയുമ്പോ ഞാൻ പറയുന്നുണ്ട് അയാൾക്ക് തിരക്കായിരിക്കും, അയാൾ ഉമ്മറക്ക് പോയി എന്ന് പറഞ്ഞു. മോഹൻലാൽ അന്ന് ജപ്പാനിലോ എന്തോ ആണ്, പലരും പല സ്ഥലത്താ, എല്ലാരും വരുന്ന നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ല. അത് പറഞ്ഞ ഞാൻ ലാസ്റ്റ് പിന്നെ ഗതി കേട്ടപ്പോ നികേഷ് ചേട്ടാ അപ്പനായിട്ട് എങ്ങനെ ബന്ധം എന്ന് വെച്ചു. നല്ല ബന്ധമാണ്. ഞാൻ ഒരു ഇന്റർവ്യൂ അല്ല, ഞാനത് ഒരുപാട് സമയം കിട്ടി. നികേഷ് നേരത്തെ പറഞ്ഞൊക്കെ ഞാൻ പറയിപ്പിച്ചു, നിങ്ങളെന്താ വരാഞ്ഞെന്ന് വെച്ച്. അല്ല ഞാനത് അല്ല നിങ്ങൾ അത് പറയാതെ മമ്മൂട്ടി മോഹൻലാൽ നിൽക്കട്ടെ, നിങ്ങളെന്താ വരാഞ്ഞ പറഞ്ഞു. അപ്പൊ എന്നോട് അതല്ല ഞാൻ അങ്ങനെയല്ല, ഞാൻ അത് പറയും, നിങ്ങളെന്താ വരാഞ്ഞത് പറയും, ഇത് മുന്നോട്ട് പോകാന്ന് പറഞ്ഞു. ആ പറയൂ കമലെടുത്ത് പറയൂ, നിസാർ നിൽക്കട്ടെ പറയൂ. ഞാൻ പറഞ്ഞ ഇതെന്നാ പ്രശ്നം, ഓനക്ക് വരാൻ പറ്റിയിട്ടില്ല നികേഷിന്, മമ്മൂട്ടി മോഹൻലാലും വരാത്ത പ്രശ്നം കുത്തി പൊതിക്കുന്നത്. മനുഷ്യനിങ്ങനെ പഠിച്ചു വിടുന്നെ. പക്ഷെ അത് ഭയങ്കര വാർത്തയായി, പലരും അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുക, അവഗണന എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്തയൊക്കെ ചവിട്ടി അടിച്ച് നിർത്തിക്കുന്നത്. ഒരു അവഗണനയില്ല. ഇപ്പൊ കുറെ കാലം സിനിമയിൽ അഭിനയിച്ച് കൂലിത്തൊലി ചെയ്ത് ഇപ്പൊ അതിന്റെ പൈസ കിട്ടി, അതിന്റെ അഡ്രസ്സായി, നമുക്കൊക്കെ അതങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ വാപ്പായതുകൊണ്ട് കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വരില്ലല്ലോ. ഒറ്റക്ക് വൈവെട്ടി വന്നൊക്കെ തമാശക്ക് പറയാം, അയ്യട്ടി വന്നൊന്നല്ല, ഒരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് വാപ്പന്റെ ഒരു ബ്രാൻഡില്. അങ്ങനെ കിട്ടിയതല്ല അത്. ആ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടി. അതൊക്കെ മലയാള സിനിമ തന്നല്ലേ. പിന്നെ മരിച്ചപ്പോ പോൽക്കാരും വരാൻ പറ്റാത്ത വലിയ പരാതി അങ്ങനെ പറയാനും പാടില്ല. അതൊക്കെ അത്രേ ഉള്ളൂ. ഇപ്പൊ ജാഫർക്ക, അവസാന ചോദ്യം ജാഫർക്കയോടാണ്. പൈസ ഉള്ളോ? അല്ല, മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമ ചേട്ടന്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. ഞാൻ അതുവരെ കാണിച്ചുകൊണ്ട് നടന്നത് എന്തായിരുന്നു, എന്നെ ഉണ്ടെന്നേ എന്നൊക്കെയായിരുന്നു. അതിലൊരു ഇതുണ്ട്, സന്തോഷമുള്ളൂ. ഭയങ്കര അല്ലേ. അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയപ്പോഴാ നമ്മൾ ചുമ്മാ മരിച്ച വീട്ടിലേക്ക് മുടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പകത അപർണയുടെ കയ്യെ പിടിച്ചിങ്ങനെ നിൽക്കുന്നു അല്ലേ. അപ്പോൾ ഇയാൾ പറയുന്ന ഡയലോഗിന് ഞാൻ പിന്നെ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പോത്തോട് ഞാൻ ചോദിച്ചു എന്നിട്ട് അതെന്താ അത്, എനിക്കത് മനസ്സിലായിട്ട് അല്ലായിരുന്നു ഞാൻ അഭിനയിച്ചേ. അപ്പം ഞാൻ ഒറിജിനലായിട്ടൊന്ന് തെന്നുന്നുണ്ട്, കണ്ടായിരുന്ന ആ ഷോട്ട് കാണുമ്പോൾ നോക്കിയത് തെന്നിപ്പോട്ടെ, ഒറിജിനൽ തന്നെയല്ല അത്. അതിന് മുമ്പൊരു ഷോട്ട് പോയി, ആ ഷോട്ടിനകത്ത് ഷോട്ട് തുടങ്ങുമ്പോൾ മഴ പെയ്തു. ഒരു 5 മിനിറ്റ് മാത്രം പറഞ്ഞിട്ട് മഴ പെയ്തു. ആ മഴ അങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ എടുക്കാം, ലൈറ്റ് പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞ ഒരു കൊക്കോത്തോട്ടത്തിലാണല്ലോ. അപ്പോൾ ആ വെച്ചാണ്. അപ്പോൾ അവിടെ ചെളി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വന്നിട്ട് എൻ്റെ നാട്ടിലുണ്ടായ ഒരു ബന്ധുവാണ്, എൻ്റെ ചേട്ടനായിട്ട് ആ പുറകിലാണ് വിളിക്കുന്നത്, ആ തടിയൻ ബഷീർ, അവിടുത്തെ ഈ കൺട്രോളർ ഇതല്ലേ ഈ ലൊക്കേഷൻ മാനേജർ. ആ ഇറങ്ങി വരുമ്പോൾ തെന്നുന്നുണ്ട്. അപ്പം ഞാൻ വന്നിങ്ങനെ നോക്കുമ്പോൾ എന്താ എങ്ങനെ പിടിച്ചേക്കുമല്ലേ, എന്നെ കാണുമ്പോൾ വിടുമല്ലോ. അപ്പോഴാണ് സന്തോഷമായി, ഒരു കുഴപ്പമില്ല, സന്തോഷമായി, ഇത്രേ ഉള്ളൂ പറയാനുള്ളൂ.
അത് ഞാൻ ചോദിച്ചപ്പോൾ അർത്ഥം എന്നാണെന്നറിയോ, അത് വല്ലാത്തൊരു സീനാത് എനിക്ക് ഫീൽ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ ഒരുത്തൻ ഇഷ്ടപ്പെടുവാണ്, അവൾക്ക് ചില സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവൾ പുറത്ത് പഠിക്കുമായിരിക്കും, ഇതൊക്കെ ഉണ്ടാവും. ഇവൻ ഒരു ക്യാമറ നോക്കി ഇങ്ങനെ നടക്കുന്ന ഭാവന സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ഇവൻ അവൻ പ്രേമിച്ചു എന്ന് പറഞ്ഞു. ആ കൺകൂടി അതൊക്കെ അവൻ പറഞ്ഞല്ലേ അതൊക്കെ ചെയ്യാന്ന് പറയട്ടാ, അതൊക്കെ പറഞ്ഞൊക്കെ പറ മഞ്ജുവിനോട്. അപ്പോൾ ഇത് പറഞ്ഞ് തീർക്കാതെ ഞാൻ കൺക്ലൂഡ് ചെയ്യുള്ളൂ. ഈ സംഭവത്തിലേ ഉള്ളൂ. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ നേഴ്സായിട്ട് മറ്റേ കല്യാണം കഴിച്ചു, ഇതൊക്കെ ചെയ്തു, ഇയാൾ സേഫ്റ്റിയായി. അയാൾ കൊണ്ട് വീട്ടിൽ ചെന്ന് നേരിട്ട് കുറച്ച് ഒന്ന് സംസാരിക്കല്ലേ, മോളോട് സംസാരിക്കും, നൈസായിട്ട് ഊരിയില്ലേ, ഇതൊക്കെ പറഞ്ഞില്ലേ. ഇതെല്ലാം പറഞ്ഞു. അതിന് മുമ്പ് അലക്കലിൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇവിടെ കൊള്ളപ്പൊന്നും ഉണ്ടാകുന്ന, നിനക്ക് കുമ്പളപ്പൊന്നും ഉണ്ടാകുന്നാൽ മതി, അതായത് മറ്റാ മറിച്ചാന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവളെ അങ്ങോട്ട് സേഫ്റ്റി ആക്കി. ഈ ഇങ്ങനെ വരുന്ന ഈ പയ്യന്മാർ പിന്നെ എന്തായിത്തീരുന്നു ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? അല്ല, ആ പയ്യൻ എന്തായി? അവൻ പ്രേമിച്ചല്ലേ, തന്ത പിടിച്ചു മേടിച്ച് കൊടുത്തു വിട്ടല്ലേ. അപ്പം ഈ പയ്യൻ എന്തായി? ആദ്യം ഇയാൾക്ക് കിടപ്പുണ്ടായിരുന്നു ഈ കാരണവർക്ക്. ആദ്യം ആ ചെറുക്കൻ എന്തായി? എൻ്റെ മോള് പോയി 2 ഡബിൾ പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ശവോടക്കിന് പോകുമ്പോഴാണ് അവരുടെ ഏട്ടിങ്ങനെ ഇരിക്കണേ. അപ്പം ഒരു കുഴപ്പമില്ല, സന്തോഷമായി, അതാ അതിൻ്റെ അർത്ഥം. അപ്പോഴാണ് ഇയാളുടെ ആദ്യം പോയി ഇവൻ വേറൊരാളെ കയറി പിടിച്ചു, വേറൊരാളെ കയറി സെറ്റാക്കി. അപ്പൊ ഈ ആദ്യം പോയി, ഇതായിരുന്നു അർത്ഥം. അപ്പൊ ശരി, ഒത്തിരി അർത്ഥം അറിയണ്ട. എന്നാൽ ശരിയെന്നാ, ഞാൻ ഒരുമിട്ടവൻ എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ.